ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അൻവിത കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അൻവിത നമ്മളെപ്പോഴും വീഡിയോയിൽ സിംഗിൾ കുർത്തിയും 2 പീസും 3 പീസും ആയിട്ടാണ് കാണിക്കുക. ഇൻ കേസ് ഇനി 2 പീസോ 3 പീസോ കിട്ടാത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കാണിക്കുന്നത്. അൻവിത ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറേ പേർക്ക് അറിയില്ല അൻവിത, പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടൊക്കെ അവർ എടുത്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ഇത് നോർമൽ കുർത്തിയുടെ പോലെയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അൻവിത എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അൻവിത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അൻവിത നല്ല കട്ടിയുള്ള ടൈപ്പ് ഉണ്ട്, മീഡിയം റേഞ്ച് കട്ടിയുണ്ട്, തീരെ കട്ടിയില്ലാത്തതും ഉണ്ട്. ഇതിനെല്ലാം തന്നെ ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. വളരെ റയറായിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു നെറ്റ് കോട്ടയിൽ ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെ നെറ്റ് പോലെ വരുന്ന അങ്ങനെ എന്തെങ്കിലും മാത്രം അൻവിതയ്ക്ക് ലൈനിങ് ഉണ്ടെങ്കിലുള്ളൂ. അല്ലെങ്കിൽ എല്ലാതും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാർജിനിലാണ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ കുറവ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്ന് എടുത്തോളൂ. അല്ല നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ എൻക്വയറി മാത്രം ചോദിക്കാനാണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഇൻട്രോ ഉള്ളൂ. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടിയും ഒന്ന് ഫോളോ ചെയ്തേക്കാം. ലിഗീസ് ഫാഷൻ ഹെവൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെയും പേര് വരുന്നത്. അവിടെയും ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കളക്ഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് സിംഗിൾ കുർത്തിയാണ്. ഇത് ഒരു നല്ല കട്ടിയിൽ വരുന്നത് തന്നെ, പക്ഷെ ഒരു നെറ്റ് കോട്ട പോലത്തെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു നൈസ് പോലെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. എന്നാൽ ഭയങ്കര കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാനായിട്ട്. ഞാനിതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഇന്നറൊന്നും വെയർ ചെയ്തിട്ടില്ല. നോർമൽ എങ്ങനെയാണോ വെയർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. സീത്രൂ അല്ല ഇതൊന്നും. പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ കാണുന്ന ഒരു രീതി കേട്ടോ. ഇവിടെ ഇങ്ങനൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിലും എംബ്രോയ്ഡറി ഉള്ളൊരു ത്രെഡിൻ്റെ ഒരു ലൈൻ ഇതൊക്കെ എല്ലാം ഓരോ ലൈനിൽ ത്രെഡിൻ്റെ പാറ്റേണാണല്ലോ വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും. 3/4 ആണ് സ്ലീവ്. 19 റേഞ്ചിലേക്ക് ഇത് സ്ലീവിന് ലെങ്ത്ത് വരും. ടോപ്പിന് ലെങ്ത്ത് വരുന്നത് 45.5 to 46.5. മീഡിയം ടു XXL ആണ് വരുന്നത്. എ ലൈൻ പാറ്റേൺ പോലെ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ പാറ്റേൺ ആണ്. ഒരു മെറൂൺ, ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രേ, അങ്ങനെയൊക്കെ ഒരു കളറാണ് വരുന്നത്. പുറകിലേക്കും ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ എയർലൈൻ കോൺസെപ്റ്റ് വരുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാം. പിന്നെ അൻവിതയുടെ ചിലർ ചോദിക്കാറുണ്ട് ഒരു സൈസ് മുന്നോട്ട് എടുക്കണമെന്ന്. എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ യാതൊരുവിധ പ്രശ്നമില്ല. അല്ല, നിങ്ങൾ നോർമൽ എടുക്കുന്ന കളക്ഷൻസിൻ്റെ അതേ റേഞ്ച് എടുത്താലും തെറ്റില്ല. ചില അൻവിത എടുക്കുമ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ മീഡിയം തന്നെയാണ് നോർമൽ കുർത്തി എടുക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നതും മീഡിയം തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി വെച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങളൊരു സൈസ് മുന്നോട്ട് എടുത്തോളാം. അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അല്ലാതെ സൈസിൻ്റെ കേസിൽ നമുക്ക് യാതൊരുവിധ റിട്ടേണും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വളരെ ക്ലിയർ കട്ടായി പറയാണ്. ഒരു സൈസ് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആംപിറ്റ് മെഷർമെൻറ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മീഡിയം എന്ന് പറഞ്ഞാൽ 38 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മീഡിയം എന്ന് പറയുള്ളൂ. ലാർജ് 40 ഉണ്ടെങ്കിൽ മാത്രമേ ലാർജ് എന്ന് പറയുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയും. ഒരു പടിക്ക് മുന്നോട്ടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയണമെന്നില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കുർത്തി. മീഡിയം ടു XXL 990 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു എയർലൈൻ കോൺസെപ്റ്റ് വന്നിട്ട് ചൈനീസ് കോളർ കൊടുത്തിട്ടുള്ള ടൈപ്പ് പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്ത പാറ്റേൺ പോലെയാണ്. ഇത് നമുക്ക് അങ്ങ് ഇടാൻ പറ്റില്ല. ഒരു ഹുക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ എംബ്രോയ്ഡറി വർക്കും ചെറിയ ഒരു മുത്തിൻ്റെ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. സ്ലീവിൻ്റെ എഡ്ജിലും ചെറുതായിട്ട് ഒരു ചെക്ക് പോലത്തെ ഇവിടെ കൊടുത്തിട്ടില്ല, ഈ പാറ്റേണിൻ്റെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് എയർലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത്. സ്ലിറ്റാണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പുറകിൽ 2 സൈഡിൽ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി പ്രീമിയം കോൺസെപ്റ്റ്. ഒരു മെറ്റീരിയൽ കുറച്ച് ഭയങ്കര ഒതൻറ്റിക്കായിട്ട് ഖാദിയിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഖാദി ചിലത് കുറച്ച് റഫ് ഉണ്ടാവാറുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റാണ്. ഇത്തിരി കട്ടിയുള്ള ടൈപ്പും ക്ലോത്താണ്. ഇതെല്ലാം ക്ലോത്തും എന്താ പറയുക, നെയ്തെടുക്കുന്ന പോലത്തെ ടൈപ്പാണ്. അത് കാരണം ഇതിൻ്റെ ഇവിടെ ഇപ്പം ഇതിനകത്ത് ഒരു ലൈറ്റ് ടോണും അതുപോലെ ഡാർക്ക് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡും ഇടയ്ക്കൊരു വൈറ്റ് ഷെയ്ഡും കയറി വരുന്നതുണ്ട്. ചില സ്ഥലത്ത് അതിങ്ങനെ വൈറ്റിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. അത് അവർ ആ
നെയ്ത്തിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡാമേജ് എന്ന് പറയുന്നത് കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡാമേജ്. ചിലർ ഇവിടെ ഒരു നീല കളറുണ്ട്, ഇവിടെ ഒരു കുത്തുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ ഡാമേജിലേക്ക് പരിഗണിക്കാറില്ല. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് ഇവിടെ ഒരു വലിയ ഓട്ടയുണ്ട്, അല്ല സ്റ്റിച്ചിങ് നല്ലോണം പോയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യും. ഇൻ കേസ് നമ്മൾ കാണാതെ പോകുന്ന എന്തെങ്കിലും ഡാമേജ്, ഇൻ കേസ് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കസ്റ്റമറിനെ തന്നെ കാണിക്കും ഇങ്ങനെയാണ്, പക്ഷെ അത് ഏറ്റവും താഴ്ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ചെറുതായിട്ട് ഇങ്ങനെയാണ്, ഇങ്ങനെയുണ്ട്, എന്തെങ്കിലും ഉണ്ട് എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ ചെറിയൊരു എമൗണ്ട് റിഡക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ അവർക്ക് ഓർഡർ എടുക്കാം. അങ്ങനെയുള്ളവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മളത് അങ്ങനെ വിടും, ആരും നിർബന്ധിക്കാറില്ല. ചിലർ ആഗ്രഹിച്ച് വന്നിട്ട് ഇന്നതുകൊണ്ടാണ് നമ്മളത് തരാത്തതെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട് റിഡക്ഷൻ ചെയ്യും. നമുക്ക് കിട്ടിയ മാനുഫാക്ചറിങ് റേറ്റിലും കുറവ് നമുക്ക് റിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, അതിലും ലാഭം നമുക്കത് മാനുഫാക്ചറിന് തിരിച്ചു കൊടുക്കുന്നതാണ്. അത് കൊടുത്താൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് കുറച്ച് കിട്ടും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരാൾക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്തു, നമുക്ക് അത് ഡാമേജ് ആണ്, നിങ്ങൾക്ക് അത് പറ്റില്ല, നിങ്ങളത് മാനുഫാക്ചറിന് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്കും ഒരു കാറ്റഗറി ഒരു ടൈമുണ്ട്, 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മാനുഫാക്ചറിന് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മേടിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് അതിനെന്തോ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. ഇൻ കേസ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണിക്കാം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഡാമേജിന് മാത്രം, അല്ലാത്ത കളറ് സൈസ് ഇതിനൊന്നും നമ്മൾക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഇതൊക്കെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. അതിനകത്തേക്ക് മുത്തിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത് പാറ്റേൺ. ഇവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിലേക്ക് ഇതാ ഇങ്ങനെ വരും. ഓക്കെ, പുറകിൽ ഇവിടെ ടക്കാണ് കൊടുത്തത്. സാധാരണ ലൈനിൽ അങ്ങനെ ടക്ക് വരുന്ന കാണാറില്ല. ഓരോ പുതിയ പാറ്റേൺസ് അവർ മാറ്റി പിടിക്കുന്നത്. ഇതിൽ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് യാതൊരു ഇതുമില്ല കേട്ടോ. ഇനി അൻവിത അവിടെ നിന്ന് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ്. ഇതറിയില്ലാത്തവർക്ക് വേണ്ടി ചിലർ നമ്മളോട് ചോദിക്കും കുറച്ചും കൂടി വിടുത്തിട്ടൂടെ, അങ്ങനെ ഇങ്ങനെ. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1190 ആണ് കേട്ടോ. ഇതിന് ചില പ്രൈസുകൾ നിങ്ങൾ ആലോചിക്കുക, സിംഗിൾ കുർത്തിക്ക് ഞാൻ അത്രയും പ്രൈസ് ഇടുന്നത് ഞാൻ ഇടുന്നതല്ല, നമുക്ക് ആ പ്രൈസ് എത്രയാണ് കിട്ടണം അതുമല്ലേ നമുക്ക് മാർജിൻ ഇടാൻ പറ്റുള്ളൂ. ചിലരൊക്കെ നിങ്ങൾ 845-ന് സിംഗിൾ കുർത്തി കൊടുക്കാറുണ്ടല്ലോ, വലുതിന് എന്താ ചിലതിന് എന്താ അത്രയെന്ന്, കിട്ടുന്നതിനനുസരിച്ചല്ലേ മാർജിൻ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1190, മീഡിയം മുതൽ 3XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത്ത് വരുന്നത് 46 to 47 റേഞ്ച് ലെങ്ത്ത് വരുന്നത്, അതായത് 3XLലേക്കൊക്കെ എത്തുമ്പോൾ 47 റേഞ്ച് കിട്ടും കേട്ടോ. അടുത്ത് വരുന്ന 2 പീസ് സെറ്റാണ് കേട്ടോ. നല്ല നേവി ബ്ലൂ കളറിൽ വരുന്ന അടിപൊളി ഒരു ഐറ്റമാണ് 2 പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ. പലാസോട് കൂടി വരുന്ന 2 പീസ് സെറ്റ്, പാനൽ കട്ട് അടിച്ച് വരുന്ന പാറ്റേൺ ആണ്. പാനൽ കട്ടിന് അപ്പുറം ഇപ്പുറമായിട്ട് ഒരു ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ വർക്ക് പോയിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഒരു ചതുരക്കട്ട പോലത്തെ ഒരു ഐറ്റവും പിന്നെ ഇങ്ങനെ പാമ്പ് പോലെ ഒരു സാധനം, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ അത് കണ്ട നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കും ചെറുതായിട്ട് മിററിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല പക്ക പെർഫെക്റ്റാണ്, നല്ല രസമായിട്ട് ഇടാം. ഇതെല്ലാം ഞാൻ മീഡിയം സൈസാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ എക്സാക്റ്റ് സൈസ് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന പോലെയാണ് നിങ്ങൾ എടുക്കാറുണ്ടെങ്കിൽ അത് സൈസ് എടുക്കുക. അല്ലാത്തവരൊക്കെ ഒരു സൈസ് മുന്നോട്ട് എടുത്തോ, ഒരു പ്രശ്നവും ഇല്ല. ചിലർക്ക് എന്തോ ചിലപ്പോൾ സാധാരണ എടുക്കണേക്കാളും ഇതിൽ ഇത്തിരി വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തടി വയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് എവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. എനിക്കിടുമ്പോഴത്തെ കേസേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് 46.5 റേഞ്ചിലേക്ക് ടോപ്പിന് ലെങ്ത്ത് വരും. ബോട്ടം വന്നിട്ട് 37.5 to 38 റേഞ്ചിലേക്കാണ് ബോട്ടം വരുന്നത്. പലാസോ ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ലീവിൻ്റെ എഡ്ജിലും ഇതേപോലെ ത്രെഡിൻ്റെ 2 ലൈൻസും പിന്നെ ഇതുപോലെ ഒരു ഹാൻഡ് പെയിൻറ്റ് വർക്കാണ് പോയിട്ടുള്ളത്. ഈ ഓക്കേരിയ ഒരു വർക്ക് കൊണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു എംബ്രോയ്ഡറി വർക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനൊരു ഇലയുടെ ഡിസൈൻ പോലെ, പിന്നെ ഇങ്ങനെ ഒരു മിററിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. സ്ലീവിൻ്റെ എഡ്ജിലും ഇതേപോലെ തന്നെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലേക്കും ഇതുപോലെ തന്നെ നോർമൽ പുറകിലേക്ക് അങ്ങനെ കൊടുക്കാറില്ല, പ്ലെയിൻ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിവിടെയും പാനൽ കട്ട് അടിച്ച് വരുന്നതിന് 2 സൈഡിലേക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല റിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എലൈൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റ്, 1 സൈഡ് പോക്കറ്റ്, അതൊക്കെ നോർമൽ തന്നെ. പാൻറ്റ് വരുന്നത് 1 സൈഡ് ബാൻഡ്, ഇവിടെ ബട്ടൺസ്, സൈഡിൽ സിബ്, പുറകിൽ ഇലാസ്റ്റിക്. സ്ലീവ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തേക്കും ഇതുപോലെ ഒരു ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
താഴ്ഭാഗം ഇച്ചിരി ഇത്രയും ഭാഗം ഇച്ചിരി കട്ടിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇടാൻ പറ്റും. മീഡിയം മുതൽ XXL സൈസ് വരെ, മീഡിയം, ലാർജ്, XL, XXL. പ്രൈസ് വരുന്നത് 1590 ആണ്. നല്ല ഭംഗിയാണ്, ധൈര്യമായിട്ട് എടുത്തോളാം കേട്ടോ. അടുത്തത് വരുന്നത് സ്പഗട്ടിയിൽ വരുന്നതാണ്. ഇതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് ടോണിലേക്ക്, ഒരു പീച്ചും പിങ്കും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളർ. ഇപ്രാവശ്യം നല്ല ഗ്രീനും ബ്ലൂവും കൂടി വരുന്ന അടിപൊളിയായിട്ടാണ്. ഇവിടം വരെ നമുക്കൊരു സ്ട്രക്ചർ കൊടുത്തിട്ട് ഇവിടുന്നേക്ക് ഇങ്ങനെ ഓരോ ചെറിയ പാനലായിട്ട് തിരിച്ചാൽ പോകണം. അപ്പോൾ നമുക്ക് നല്ല വിരിവ് കിട്ടും. ഇതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള പലാസോൻ്റെ ബോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. 99% അൻവിതയ്ക്ക് ലൈനിങ് ഇല്ലാതെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷേ ഇതുപോലത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലുകൾക്ക് ലൈനിങ് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് അൻവിത പൂർണ്ണമായിട്ടും ലൈനിങ് ഇല്ലാതെ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. 48 to 49 റേഞ്ചിലേക്ക് ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് 38 to 39 റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നുണ്ട്. പലാസോയാണ്. ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഈ ഒരു ചൂട് സമയത്ത് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ്ങും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൻ്റെ ലൈനിങ്ങാണ് കൊടുത്തേക്കുന്നത്. വേണ്ട, അതുകൊണ്ട് തന്നെ ഇത് ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, ഇവിടെ ഒരു മുത്തിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഉണ്ട്. അൻവിതയിൽ തന്നെ വരുന്ന ബ്രാൻഡാണ്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പാനലടിച്ച്, അതായത് സാധാരണ 3 പാനലാണ്. ഇതിനകത്തേക്ക് ഫ്രണ്ടിലേക്ക് ഒരു 5 പാനലും പുറകിലേക്ക് ഒരു 5 പാനലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പുറകും ഇതേപോലെ തന്നെയാണ്. സ്പഗട്ടിയിൽ ചെറിയ വീതി കുറഞ്ഞ സ്ട്രാപ്പായിട്ടാണ് വരുന്നത്. വിത്ത് സ്ലീവ്ലെസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. അതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം, 1 സൈഡ് ബാൻഡ്, പുറകിലേക്ക് ഇലാസ്റ്റിക്, സൈഡിൽ ബട്ടൺ, സിബ്ബൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. പലാസോ ആണ് പാൻറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഇതില്ല കേട്ടോ, പോക്കറ്റ് ഇല്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ പാനലടിച്ച് പഠിച്ചടിച്ച് പോയതുകൊണ്ട് ആ പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടാണ്. നല്ല ഭംഗിയിൽ നമുക്ക് വെറൈറ്റി, ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ക്ലോത്താണ് വരുന്നത്. മീഡിയം, ലാർജ്, XL അങ്ങനെ 3 സൈസ് ചാർട്ടിലാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1595. അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് ഈ കളർ കിട്ടാണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡും കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളർ മീഡിയം ടു XXL സൈസായിട്ടും ഗ്രീൻ വരുന്നത് ലാർജ് ടു XXL സൈസ് ചാർട്ടിലുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇൻഡിവിജ്വലി ഇത് ചോദിച്ച ആൾക്കാർക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയിട്ടില്ല. കുറേ പേര് ചോദിച്ചു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ആർക്കൊക്കെ എങ്ങനെ അയക്കാമെന്ന് നമുക്ക് അറിയില്ല. അയക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നത്. ആദ്യം വരുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ഐറ്റംസേ ഉള്ളൂ, പെട്ടെന്ന് വരണം. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു കോളറിനൊക്കെ വന്നിട്ട് ഇവിടെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കണത്. ഫുൾ വുഡൻ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിലും ഒരു കട്ടിക്ക് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. സൈഡ് സ്ലിറ്റാണ് വരുന്നത്. കുറച്ച് വിരിവോട് കൂടി, അതായത് ഒരു ഏലയെന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. നോർമൽ ഒരു സ്ലിറ്റിനേക്കാളും കുറച്ചും കൂടി വീതി വരും. 2 സൈഡിലേക്കും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഡെപ്തായിട്ട് ഇങ്ങനെ ഇറങ്ങും. അവിടേക്കും നല്ല റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിലും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ. ഇത് അൻവിതയുടെ ലാബിലില്ലാതെ വരുന്ന, ലാബിലൊന്നും പനായ അൻവിത ഒന്നും ഇല്ലാണ്ട് വരുന്ന, ലാബിലില്ലാതെ വരുന്ന ആ സെയിം ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് പലാസോ ആണ്. ഈ സെയിം മെറ്റീരിയലിൽ സെയിം കളറിൽ വരുന്ന പലാസോ കേട്ടോ. ലെങ്ത്ത് വരുന്നത് 37.5 to 38 റേഞ്ചിലേക്ക്, 37 അത് പിടിച്ചാൽ മതി. ടോപ്പിന് ലെങ്ത്ത് വരുന്നത് 43-44 ആ റേഞ്ചാണ് കേട്ടോ. ഇതങ്ങനെ ഒരു ഇച്ചിരി കയറി നിൽക്കുന്ന സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. മീഡിയം തൊട്ട് XXL വരെയും ഈ റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ. പുറകു വശം ഇങ്ങനെ വരുന്ന പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിനായിട്ടാണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. നല്ല തിക്കായിട്ട് എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ ഇടയിൽ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കോളർ വരുന്ന പാറ്റേൺ ആണ്. ഫസ്റ്റ് കളർ ഇങ്ങനെയാണ്. മീഡിയം ടു XXL 1390 ആണ് പ്രൈസ്. രണ്ടാമത്തെ കളർ കാണാം.
ഇത് വരുന്നത് ലാർജ് സൈസിലാണ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജാണ്, കാരണം ഇതിന് മീഡിയം ഇല്ല. ഇതിൻ്റെ ഷോൾഡറിനൊന്നും വലിയ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന പാറ്റേൺ അല്ല, ഷോൾഡറൊക്കെ ഓക്കെയാണ്. ഇവിടെയും ഏകദേശം ഓക്കെയാണ്. സ്ലീവ് മാത്രം വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സൈസ് എപ്പോഴും മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ യാതൊരു വിധ കുഴപ്പമില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ എനിക്ക് കുറച്ച് ലൂസിൽ കിടക്കുന്ന പാറ്റേൺസ് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ ഇടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു സൈസ് മുന്നോട്ട് എടുത്തോളൂ. ഇത്തിരി ചെറുതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈസ് എപ്പോഴും മുന്നോട്ട് എടുക്കാൻ പറയണത്. ചിലർ അതാത് സൈസ് എടുത്തിട്ട് എനിക്ക് ഇത്തിരി ടൈറ്റ് വന്നു, ഇത് മനുഷ്യന്മാർ തയ്ക്കുന്നതാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പിടുത്തം ചിലപ്പോൾ ആംപിറ്റ് അളക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ഇവിടം കൊണ്ടോ ഒരു പിടുത്തം വന്നാൽ പിന്നെ പ്രശ്നമില്ലേ. ഇതാകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ പറയുന്നത്. യാതൊരു കാരണവശാലും നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേണില്ല. നിങ്ങൾ ഈ സൈസ് എനിക്കിത് ടൈറ്റാണ്, ഇതിൻ്റെ അടുത്ത സൈസ് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടി. ഇത് നിങ്ങൾ കണ്ട് വരുമ്പോഴേക്കും ഇവിടെ എല്ലാ പീസസും തീർന്നുണ്ട്. ഓൾമോസ്റ്റ് വീഡിയോ വന്ന അന്ന് തന്നെ എല്ലാ പീസസും തീരും. ഇനി ഇല്ലാത്തത് മാത്രമാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറ്റുന്നത്. ഇനി വെബ്സൈറ്റിൽ അൻവിത ഏതെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കുക ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം, ഒരു പ്രശ്നമില്ല. www.liggis.com എന്നാണ് അടിച്ചു കൊടുക്കുക, എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. നല്ല രസമുള്ളൊരു ഗ്രീൻ ടോണാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു തീമല്ല, എന്നാലും ഒരു പേസ്റ്റൽ ചാർട്ടിലേക്ക് വരുന്ന പാറ്റേൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലാർജ് XL XXL ആണ് ഗ്രീനിന് സൈസ് ചാർട്ടുകൾ വരുന്നത്. പ്രൈസ് വരുന്നത് 1390 തന്നെ. ഈ ഐറ്റം 3 പീസ് സെറ്റാണ്. ഇത് അൻവിത, അനായ അങ്ങനെയൊന്നും ലാബിൽ ചെയ്യാത്ത അവരുടെ തന്നെ പ്രൊഡക്റ്റാണ്. അതേ സെയിം കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന പാറ്റേൺ ആണ്. ഫ്രണ്ടിലേക്ക് നല്ല റിച്ച് ആയിട്ടൊരു ആപ്ലിക് വർക്കും സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ മിററാണ് കേട്ടോ. ഇങ്ങനെ 3 എണ്ണം അങ്ങനെ വരുന്നുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻസസ് കട്ടല്ല, പാനൽ കട്ട് അടിച്ച് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങും സീക്വൻസും ഇതിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഷാള് വരുന്നത് നോർമൽ ഷാളിൻ്റെ വീതിയല്ല, ഇത്രയുമാണ് ഷാളിൻ്റെ വീതി. നോർമൽ ഷാളിന് കുറച്ചും കൂടി വീതി ഉണ്ടാവണം. നീളം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഇത്രയാണ് നീളവും വരുന്നത്. നല്ല രസമുള്ളൊരു വർക്ക്, അതായത് ഡിസൈൻ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്റാണ് ഇവിടെ ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും. സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, ഒരു ടീൽ ബ്ലൂ പോലത്തെ കളറാണ് വരുന്നത്. എയർലൈൻ കോൺസെപ്റ്റിൽ ഇങ്ങനെ വരികയാണ്, എയർലൈനല്ല സ്ലിറ്റഡ് പാറ്റേണിൽ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പലാസോ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ വർക്കും മിറേഴ്സും ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു പാച്ച് വർക്കാണ് ചെയ്തേക്കണം. പുറകുവശം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നല്ലൊരു കളറാണ്. ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ. എന്നിട്ട് പലാസോ 37 to 38 റേഞ്ചിലേക്കാണ് പലാസോ വരുന്നത്. ഷാള് പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെയാണ് വരുന്നത്. നല്ല കളറും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണുമാണ്. സ്മോൾ സൈസ് മുതൽ ഇത് അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1590 ആണ്. ഇപ്പം ഇതിന് 3 പീസ് സെറ്റ് 1590 ആണ്. നേരത്തെ കാണിച്ച 2 പീസ് സെറ്റിന് 1590 വരുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്ന 3 പീസ് സെറ്റ് ഇതിലും കൂടിയ റേഞ്ചാണ്. അപ്പോൾ ഓരോന്നും ഇപ്പോൾ 3 പീസ് സെറ്റ് ആണെന്ന് വിചാരിച്ച് നമ്മളൊരു പ്രൈസ് റേഞ്ച് ഇടുന്നതല്ല. നമുക്ക് എങ്ങനെയാണോ പ്രൈസ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് ഓരോന്നിനും. ഇപ്പോൾ കുറവാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ചിടും. അല്ലെ നമുക്ക് കൂടിയ കിട്ടിക്കഴിഞ്ഞാൽ കൂടിയ റേഞ്ചിലാണ് നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാർജിൻ ഇടാൻ പറ്റുള്ളൂ. അതാണ് സത്യാവസ്ഥ എന്ന് എല്ലാവരും മനസ്സിലാക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. മിസ് ചെയ്യാണ്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളാം. അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് അനായയിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല റിച്ചായിട്ട് നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്താണ്. ഇതുപോലെ പാനൽ കട്ടല്ല, ഇവിടെ ഇങ്ങനെ ഒരു പാനൽ അടിച്ച പോലത്തെ ഒരു പാറ്റേണിൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പോൾക്കാ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വരുന്നത്. ഇവിടെയും കുറച്ച് പോൾക്കാ ഡോട്ട്സ്, ഇവിടെയും കുറച്ച് പോൾക്കാ ഡോട്ട്സ്. സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ്, പക്ഷേ 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ നൈക്ക് എപ്പോഴും ആ ഒരു സ്ലിറ്റ് പാറ്റേൺ ആണെങ്കിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് വരികയും ചെയ്യും കേട്ടോ. എന്നിട്ട് വരുന്ന സ്ലിറ്റാണ്. ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്താണ്, നല്ല കട്ടിയുള്ള ടൈപ്പ്. ടോപ്പിൻ്റെയും ബോട്ടിൻ്റെയും
ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ അങ്ങനെ വരുന്നത്. ഷാൾ വന്നിട്ട് നേരത്തെ കാണിച്ച ഷാള് വീതി കുറവാണെങ്കിൽ ഇതിന് ഒരുപാട് വീതിയുണ്ട്. വീതി വെച്ച് തന്നെ താഴെ മുട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വീതിയിലാണ് ഷാൾ വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഷാളാണ്. പഞ്ഞി പോലെ മൃദുലമായ ടൈപ്പ് വരുന്ന മൽക്കോട്ടണിൽ വരുന്ന ടൈപ്പ് ഷാളാണ്. ഇതിനകത്തേക്കും ഇതുപോലെ ഒരു ആരോ മാർക്ക് പോലത്തെ ഒരു ഡിസൈൻ, ആരോ ഉണ്ടല്ലേ, അത് തന്നെയാണ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത്. ആരോൻ്റെ ഒരു ഡിസൈൻ വർക്കും പോൾക്ക ഡോട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഞാനൊരു ക്ലോസ് റിവ്യൂ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്താണ്. നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് പാച്ച് വർക്കാണ്. ഇവിടെയും ഇതുപോലെ ആരോ മാർക്കിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് ഇങ്ങനെ വരും. ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അനായിക്ക് ടക്കില്ല സ്ലിറ്റിന്. അൻവിതയ്ക്ക് എല്ലാത്തിനും സ്ലിറ്റ് വരുമ്പോൾ ടക്ക് വരാറുണ്ട്. ഓക്കെ, പക്ഷേ അൻവിതയ്ക്ക് സ്ലിറ്റിന് പോക്കറ്റ് ഇല്ല, പക്ഷേ അനായിക്ക് സ്ലിറ്റിന് പോക്കറ്റ് ഉണ്ട്. അതുപോലെ പാൻറ്റ് വരുമ്പോൾ അനായയുടെ എപ്പോഴും വരുന്നത് ഇതുപോലെ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ഇതുപോലൊരു നാടയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ബട്ടണും സിബും വരുന്നത് അൻവിതയ്ക്കാണ്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് കുർത്തി പാൻറ്റാണ്, പലാസോ അല്ല. ഓക്കെ, ഇതുപോലെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ പാച്ച് വർക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് ഇച്ചിരി കട്ടിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും ഒരു സൈഡ് കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടം ലെങ്ത്ത് വരുന്നിട്ട് 37-38 റേഞ്ചിലേക്കാണ്. ടോപ്പ് ലെങ്ത്ത് വരുന്നത് 44-45 അനായയുടെ ലെങ്ത്ത് എപ്പോഴും അങ്ങനെ വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്ന പാറ്റേൺ തന്നെയാണ്. ഇതിനകത്തൊരു ഇതുപോലെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പാൻറ്റ് കാണണം, എന്നാലാണ് ഒരു ലുക്ക് വൈസ് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ആയിട്ട് മീഡിയം, ലാർജ്, XL, XXL ആണ്. പ്രൈസ് വരുന്നത് 1790 ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇത്ര വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതുപോലെ ബ്രാൻഡിങ് അല്ലാത്ത ഒരു പാറ്റേണാണ്. നമുക്ക് കിട്ടിയ റേഞ്ചും വേറെ ആയതുകൊണ്ടാണ് അതിന് 1590. ഇത് നമുക്ക് കിട്ടിയ റേഞ്ച് കൂടുതലായതുകൊണ്ടാണ് 1790. അപ്പോൾ ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നല്ല സ്റ്റിച്ചിങ് ചെയ്യുന്നത്, നമ്മൾ റെഡിമെയ്ഡായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റത്തിനനുസരിച്ചാണ് നമുക്ക് മാർജിൻ ഇടാൻ പറ്റുക കേട്ടോ. ഇപ്പം നമ്മുടെ ചാനലിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 499 തൊട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്ന കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഇത് കാണുമ്പോൾ 1790 ഭയങ്കര റേഞ്ച് എന്ന് പറയുന്നതാണ്, എനിക്കറിയാം. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ പല വീഡിയോസിലായിട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് സ്ക്രീൻഷോട്ട് അയയ്ക്കുക, സൈസ് മെൻഷൻ ചെയ്ത് തന്നെ ചോദിക്കുക. അതുപോലെ നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് DTDC ആണോ പോസ്റ്റലാണോ എന്ന് കൃത്യമായി പറയാട്ടോ. കുറേ പേര് രണ്ടും കുഴപ്പമില്ല എന്ന് പറയും, എന്നിട്ട് നമ്മളിവിടുന്ന് പെട്ടെന്ന് കിട്ടുന്നത് അയച്ചോളാൻ പറയുമ്പോൾ DTDC അയക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് കിട്ടില്ല. കാരണം അവരുടെ കുറച്ച് ഉള്ളേരിയയിലേക്കാണെങ്കിൽ DTDC വീടുകളിൽ സെർവ് ചെയ്യില്ല. പോസ്റ്റലാണെങ്കിൽ പിന്നെ വീട്ടിൽ കത്തൊക്കെ കൊണ്ടുവരുന്ന മാതിരി എല്ലായിടത്തേക്കും എത്തിക്കും. പക്ഷേ DTDCയേക്കാളും കുറച്ചും കൂടി ചിലപ്പോൾ ടൈം എടുക്കാം ചില കേസുകളിൽ മാത്രം. നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുന്ന പോസ്റ്റൽ സർവീസുകൾ ഉണ്ട്, അതായത് തൊട്ടടുത്തുള്ളതൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഓരോന്നും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, അപ്പോൾ നിങ്ങൾ എന്താണ് പറയണത് അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.